നമസ്കാരം. പകൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയെ തള്ളിയ പാകിസ്ഥാനൊപ്പം നിന്ന തുർക്കിക്ക് ഒന്നും രണ്ടുമല്ല 8ന്റെ പണി തന്നെ കിട്ടി. ഇന്ത്യക്കിട്ട് പണിയാനെത്തിയ തുർക്കി ഇപ്പോൾ അടിമുടി തകർന്നിരിക്കുകയാണ്. അതായത് പകൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചത്. ഈ നിലപാടിന് പിന്നാലെ ഇന്ത്യയോട് സ്വീകരിച്ച നിലപാടിന് തുർക്കിക്ക് തിരിച്ചടിയാവുകയാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ തുർക്കിയിലേക്ക് പോകുന്ന ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണം 50% കുറഞ്ഞതായി റിപ്പോർട്ട്. അതായത് തങ്ങളെ തള്ളിക്കളഞ്ഞവരെ ഇന്ത്യക്ക് ആവശ്യമില്ല. അതാണ് തുർക്കി ഇപ്പോൾ വാങ്ങിച്ചു കൂട്ടുന്ന പണി. എന്തായാലും ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന രാജ്യങ്ങളെ ഇന്ത്യക്കാർ എങ്ങനെ കാണുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന കൂടിയാണിത്. തുർക്കി ടൂറിസത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് മെയ് മാസത്തിൽ 31,659 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ തുർക്കി സന്ദർശിച്ചപ്പോൾ ജൂലൈയിൽ അത് വെറും 16,244 കുറഞ്ഞു. ഇത് ഏകദേശം 50% ഇടിവാണ് വന്നത്. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ കണക്കുകൾക്കായി താരതമ്യം ചെയ്യുമ്പോൾ 28,875 പേർ സന്ദർശിച്ചെടുത്ത് ഇത്തവണ 16,244 പേർ മാത്രമാണ് തുർക്കിയിലെത്തിയത്. ഇത് 44% കുറവാണ്. ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരത്തിന് പോകുന്ന വേനൽക്കാല മാസങ്ങളിലാണ് ഈ കുറവ് രേഖപ്പെടുത്തിയതെന്നതാണ് ശ്രദ്ധേയം. മെയ് മുതൽ ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ കുറവ് വളരെ വ്യക്തമാണ്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഉപയോഗിച്ചതായി കണ്ടെത്തിയതോടെ ഇന്ത്യ തുർക്കിയുടെ പാകിസ്ഥാൻ അനുകൂല നിലപാട് തിരിച്ചറിഞ്ഞത്. ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ തുർക്കി ബഹിഷ്കരിക്കുക എന്ന ഓൺലൈൻ പ്രചാരണം പോലും രാജ്യത്ത് ശക്തമായിരുന്നു. ഇത് ടൂറിസം മേഖലയിൽ പ്രകടമായ സ്വാധീനം ചെലുത്തി. മേക്ക് മൈ ട്രിപ്പ്, ഈസ് മൈ ട്രിപ്പ്, ക്ലിയർ ട്രിപ്പ് തുടങ്ങിയ പ്രമുഖ യാത്രാ പോർട്ടലുകൾ തുർക്കി ടൂറിസ്റ്റ് പാക്കേജുകൾ പ്രോത്സാഹിപ്പിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൈപ്രസ് സന്ദർശനവും ഈ വിഷയത്തിൽ ശക്തമായ നയതന്ത്ര സന്ദേശം നൽകി. 1974 മുതൽ തുർക്കി അധിനിവേശത്തിലേക്കുള്ള വടക്കൻ സൈപ്രസ് ഭാഗം മോദിക്ക് സൈപ്രസ് പ്രസിഡന്റ് കാണിച്ചു കൊടുത്തിരുന്നു. ഭീകരവാദത്തിനെതിരെ ഇന്ത്യ സ്വീകരിച്ച നിലപാടിന് ഐക്യരാഷ്ട്രസഭയിലെ ഭൂരിഭാഗം രാജ്യങ്ങളും പിന്തുണ നൽകിയിരുന്നു എങ്കിലും തുർക്കി, ചൈന, അസർബൈജാൻ എന്നീ 3 രാജ്യങ്ങൾ മാത്രമാണ് പാകിസ്ഥാനെ പരസ്യമായി പിന്തുണച്ചതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പറഞ്ഞിരുന്നു. ഈസ് മൈ ട്രിപ്പ് ചെയർമാനും സ്ഥാപകനുമായ നിഷാൻ പിറ്റിയെ പറയുന്നതനുസരിച്ച് ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന രാജ്യങ്ങളുമായി ഇന്ത്യക്കാർക്ക് സഹകരിക്കാൻ കഴിയില്ല. ഇന്ന് ഇന്ത്യൻ യാത്രക്കാർ അവരുടെ പണം എവിടെ ചെലവഴിക്കണം എന്നതിനെ കുറിച്ച് വളരെ ബോധവാന്മാരാണ്. ഇന്ത്യയും ഇന്ത്യക്കാരെയും ബഹുമാനിക്കുന്ന രാജ്യങ്ങളിലേക്ക് മാത്രമേ അവർ യാത്ര ചെയ്യൂ. തുർക്കിയിലെ ഈ കുറവ് എല്ലാ വിദേശ ടൂറിസം ബോർഡുകൾക്കും ഒരു ഉണർന്ന സന്ദേശമാണ്. ഇന്ത്യയെ നിസ്സാരമായി കാണാൻ കഴിയില്ലെന്നും നമ്മുടെ രാഷ്ട്രത്തോടുള്ള ബഹുമാനം ഒരു വിലപേശൽ വിഷയമല്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തുർക്കി പാകിസ്ഥാനൊപ്പം ഉറച്ചു നിന്നതാണെന്നും ഈ ഒരു സാഹചര്യം സൃഷ്ടിച്ചത് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും സൈനിക മേധാവിയുമായി തുർക്കി സന്ദർശിച്ച പ്രസിഡന്റ് എർദോഗന് നന്ദി അറിയിച്ചതും ഈ നിലപാടിന് ശക്തി നൽകുന്ന ഒന്നായിരുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വിളിച്ച ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച